ലവ് ടുഡേ എന്ന സിനിമ വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സിനിമയായിരുന്നു. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുകയാണ്, അതിലും നല്ല രീതിയിൽ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ ഇപ്പൊ തിയേറ്റേഴ്സിൽ റണ്ണിങ് ആണ്. യെസ്, ഡ്രാഗൺ സ്റ്റാറിംഗ് പ്രദീപ് രംഗനാഥൻ. എനിക്ക് പേഴ്സണലി ഭയങ്കര അധികം തൃപ്തി തന്നൊരു സിനിമയായിരുന്നു ഇത്. രേഖാചിത്രം എന്ന സിനിമയ്ക്ക് ശേഷം എന്റർടൈൻമെന്റ് എന്ന് വെച്ചാൽ ശരിക്കും നല്ല പ്യുവർ വൈബ് എന്റർടൈൻമെന്റ്. ചിരിക്കാനുണ്ട്, എൻജോയ് ചെയ്യാനുണ്ട്, രസിക്കാനുണ്ട്, ഡയലോഗ്സ് എല്ലാം ടോപ്പ് നോച്ച്. എന്റർടൈൻമെന്റ് മാത്രമല്ല, ഹാർട്ട് വാസ് ഇൻ ദ റൈറ്റ് പ്ലേസ്. കൊള്ളന്റെ അടുത്ത് നന്നായിട്ട് തന്നെ ഈ സിനിമ കൊള്ളും. മോട്ടിവേഷൻ വേണമെങ്കിൽ അതുണ്ട്. അശ്വിൻ മാരിമുത്തിന് ഡയറക്ഷൻ ആൻഡ് സ്ക്രീൻ പ്ലേ വേറെ വേറെ ലെവലായിരുന്നു. ഓ മൈ കടവുൾ എന്ന സിനിമയാണെങ്കിൽ പോലും ഇതാണെങ്കിലും സ്റ്റോറി ഒക്കെ ഫെമിലിയർ ആണെങ്കിലും എവിടെയൊക്കെ ഓഡിയൻസ് ആയിട്ട് നല്ല രീതിയിൽ കണക്ട് ആവും. ആ ഒരു രീതിയിൽ അശ്വിൻ മാരിമുത്ത് അടിപൊളിയാണ്. ഇതില് ഡി രാഘവൻ എന്ന മെയിൻ ക്യാരക്ടർ അസോസിയേറ്റ് ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സ് ആണെങ്കിലും വളരെ മെമ്മറബിൾ ആയിട്ട് വളരെ ഇമ്പോർട്ടൻസോടെയാണ് അവരൊക്കെ ഈച്ച് ആൻഡ് എവരാണ് എഴുതിയിരിക്കുന്നത്. ഗ്രേറ്റ് സ്ക്രീൻ പ്ലേ ആണ്. ഭയങ്കര റൂട്ടഡ് ആയിട്ട് ഒരു മനുഷ്യരായിട്ട് നല്ല രീതിയിൽ കണക്ട് ആവും പെട്ടെന്ന്. പിന്നെ വേറൊരു കാര്യം അടിപൊളിയായിട്ട് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്രദീപ് രംഗനാഥന്റെ പെർഫോമൻസ് ആണെങ്കിലും മാനറിസം ആണെങ്കിലും എല്ലാം ജൂനിയർ ധനുഷിനെയാണ് ഓർമ്മ വരുന്നത്. ഭയങ്കരമായിട്ട് ഓർമ്മ വരും. ഏതായാലും പ്രദീപ് രംഗനാഥൻ ഓൺ ദ റോൾ ഒരു പ്രദീപ് ഷോ ആണ് ഈ സിനിമ കംപ്ലീറ്റ്ലി നമ്മൾ കാണുന്നത്. പിന്നെ മിസ്കിൻ, ജോർജ് മാരിയൻ, അനുപമ പരമേശ്വരൻ ബ്യൂട്ടിഫുൾ മെമ്മറബിൾ പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇവരെ മൂന്നുപേരെയും ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ഫീലിംഗ് നമുക്ക് തോന്നും. ഇന്ദുമതി മണികണ്ഠൻ, കായാട് ലോഹർ, ഗൗതം വാസുദേവ് മേനോനും ഇവരും അവരുടെ ക്യാരക്ടേഴ്സ് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാസ്റ്റ് ആണെങ്കിലും നന്നായിരുന്നു. ഡ്രാഗന്റെ കോളേജ് ഫ്രണ്ട്സും KS രവികുമാർ. പിന്നെ ഇതിൽ വിഷ്വൽസ്, എഡിറ്റിംഗ്, കളർ ഗ്രേഡിംഗ്, മ്യൂസിക് എല്ലാം അടിപൊളി. നെഗറ്റീവ് ആയിട്ട് ഒന്നും തന്നെ തോന്നിയില്ല. 2 മണിക്കൂർ 37 മിനിറ്റ് ജോളി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ. കോമഡി, ഇമോഷൻസ്, ഡ്രാമ, റൊമാൻസ് എല്ലാം അടങ്ങിയ ഒരു ഫൺ വൈബ് എന്റർടൈനർ. ഡോണ്ട് മിസ് ദിസ് മൂവി ഇൻ തിയേറ്റേഴ്സ്. ഒരു ടോട്ടൽ ബാങ്ങർ ആണ്.